ഒരു തീരുമാനം എന്ത് തന്നെയായാലും അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ ജനകീയ ജാഗ്രത കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒന്നിലധികം ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എത്തിയപ്പോഴാണ് നമ്മളൊക്കെ കൃത്യമായും അതിനൊരാഴത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. അവിടെ നിന്ന് വളരെ വലിയ തോതിൽ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുത്തു എന്നുള്ളത് തന്നെയാണ് വസ്തുത. എന്നാൽ അത് അറസ്റ്റ് ചെയ്യാനോ മറ്റുള്ള രീതിയിൽ റിമാൻഡിൽ ആക്കാനോ ഒന്നും ഉതകുന്ന രീതിയിലുള്ള ന്യൂജൻ ലഹരി വസ്തുക്കളായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരടുത്ത ദിവസം തന്നെ നമ്മൾ നോട്ടീസ് പതിച്ചു, കട അടപ്പിച്ചു. അടുത്ത ദിവസവും അവർ വെല്ലുവിളി എന്നുള്ള നിലയ്ക്ക് കട തുറന്നു. പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് അത് അടപ്പിക്കുകയുണ്ടായി. ഞാനിതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മളെല്ലാവരും കൂട്ടായി ചെക്ക് പോസ്റ്റിലുള്ള തിരുവേഗപ്പുറയിലുള്ള എല്ലാ ആളുകളുടെയും പിന്തുണയോട് കൂടിയാണ് നമ്മൾ ആ പ്രവൃത്തി നടപ്പാക്കിയത്. സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ ഗുണ്ടാ മാഫിയ സംഘങ്ങളൊക്കെയുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ നമ്മുടെ നാട്ടിൽ എങ്ങനെ കയ്യിലൊതുക്കി അതല്ലെങ്കിൽ ഇല്ലാതെയാക്കാം എന്നുള്ളതിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതുപോലെയുള്ള സുമനസ്സുകളുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മകൾ എല്ലാ വാർഡുകളിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മതസംഘടനകളും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ, അതിൻ്റെ യുവജന സംഘടനകൾ, കൂട്ടായ്മകളൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് ചെറിയ വിദ്യാർത്ഥികൾ പോലും, ഒരു കാലത്ത് LP UP സ്കൂളുകളിലൊന്നും ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അത് LP UP സ്കൂളിലേക്ക് വരെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ന്യൂജൻ കുട്ടികളായപ്പോൾ ലഹരിയും ന്യൂജൻ ആയിട്ടുണ്ട്. പണ്ട് ചാരായം നിരോധിച്ച സമയത്തൊക്കെ നമുക്കറിയാം, അവിടെയൊക്കെ ചാരായം ഉപയോഗിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് ന്യൂജൻ ലഹരികളൊന്നും ഉപയോഗിച്ചാൽ അവരുടെ സ്വഭാവ വ്യതിയാനത്തിലൂടെയൊക്കെ മാത്രമേ, മണത്തിലൂടെയൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. സ്വഭാവ വ്യതിയാനത്തിലൂടെയൊക്കെ കണ്ടെത്തണമെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് ഈ പ്രവർത്തനം നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് നേതൃത്വം നൽകാൻ കഴിയാം? നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയുക? നമുക്കറിയാം, നമ്മളുടെ പല പ്രദേശത്തും പല മാതൃകകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിലെ സ്വഭാവത്തിന് അനുസൃതമായി വ്യത്യസ്തമായ അവരെ നമ്മൾ സംശയാസ്പദമായി കാണേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തന്നെ പരസ്പരം സംസാരിക്കാറുണ്ട്. ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി മുഖം നോക്കാതെ നടപടിയെടുത്താൽ മാത്രമേ, സംവിധാനങ്ങളും എല്ലാം കൂടുമ്പോൾ മാത്രമേ ഇതിനൊരു പരിഹാരം ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ എക്സൈസോ പോലീസോ മാത്രം കരുതിയതുകൊണ്ട് ഇത് പരിപൂർണമായും പരിഹരിക്കുമെന്നൊരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. ഞാൻ അതിനെ നമ്മൾ വളരെ ജാഗ്രതയോട് കൂടി തന്നെ എല്ലാവരും കാണണം. സ്കൂളുകളാണെങ്കിൽ ഇപ്പോൾ സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമാണ്. സ്കൂളുകളിൽ അതിനുള്ള സമയത്ത് പോകും. രാത്രിയിൽ പലപ്പോഴും ടർഫുകൾ കേന്ദ്രീകരിച്ചു കളിസ്ഥലങ്ങൾ വരെ കേന്ദ്രം നമ്മുടെ ഗൗരവമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന കളിസ്ഥലമുണ്ടെങ്കിൽ അവർക്ക് വിജിലൻ്റ് ആവണം. രാത്രിയിൽ ഗെയിമുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ വിജിലൻ്റ് ആകേണ്ടത്. അന്നൊക്കെ പുഴയുടെ തീരം ബേസിക് ആയിട്ട് നമുക്ക് നടത്തിയിട്ടുണ്ട്. പുഴ മാത്രമല്ല, എല്ലാ പ്രദേശവും ഇതിന് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ അത്രയും സൗകര്യമായ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ സൗകര്യമുണ്ട്. നമ്മളെല്ലാവരും വിജില മാത്രമല്ല, ഇതൊരു വ്യക്തിയുടെ മാത്രം ഏതൊരു കുട്ടിയും ഇതിന് അഡിക്റ്റ് ആവാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന ആളുകളും രാഷ്ട്രീയമോ ജാതിയോ മതമോ പ്രായമോ ബാധകളില്ല. ഏതൊരാളും ഈ വിഷയത്തിൽ അഡിക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അന്വേഷിച്ചപ്പോൾ തന്നെ പറഞ്ഞത് മിഠായിയാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളുടെ ചെക്ക് പോസ്റ്റ് മിഠായിയാണ് കൊടുക്കുന്നത്. പലപ്പോഴും ഇതിന്റെ കൈമാറ്റക്കാർ കുട്ടികൾക്ക് മിഠായി നൽകി പ്രലോഭിച്ചിട്ടാണ് ഇതിന്റെ കൈമാറ്റം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു നിശ്ചയമില്ലാത്ത കാരണം. അതൊന്ന് വളരെ ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ്. കുട്ടികളുടെ ഉപയോഗങ്ങൾ പ്രത്യേകിച്ചിപ്പോൾ നമ്മൾ പലതും പറയുമ്പോൾ, ഞാൻ ഇപ്പോൾ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് അങ്ങാടികളിലൊക്കെ 4-3 പേരെ വെച്ച് പോകുന്നതിന് നിരന്തരം എതിർക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയക്കാർ പോലും അത് എതിർക്കാൻ പാടില്ലെന്നുള്ളതാണ്. പക്ഷെ ഞാനത് എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികൾ 18 വയസ്സാവുന്നതിന് മുമ്പ് അതൊരു ലഹരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരെ കയറി വരുന്നത് മാത്രമല്ല, മുന്നിൽ പോകുന്നതിന് വേണ്ടി ഇടിച്ചിട്ട്
അവരുടെ കൂടി മറ്റൊരു തകർക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു അസ്വസ്ഥരായിട്ട് പോകും. രാത്രി സമയങ്ങളിലൊക്കെ 2, 3, 4 ആളുകളൊക്കെ വെച്ചിട്ട് ബൈക്കിൽ അതിവേഗം പോകുന്ന കുറേ കുട്ടികൾ ഇത്രയും കൊടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്ക് എവിടെയൊക്കെ രക്ഷിതാക്കൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് അജ്ഞരാണ്, അവർ അറിയുന്നില്ല. നമ്മുടെ കുട്ടികളൊക്കെ മുഴുവൻ ക്ലിയർ ആണെന്ന് ധരിച്ചു പോവുകയാണ്. ഞാനും നിങ്ങളൊക്കെ എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്നാണ് എല്ലാ രക്ഷിതാവും ഇപ്പോഴും. എൻ്റെ മോൻ കൊന്നിട്ടില്ല എന്നാണ് ഷെമി എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോഴും പറയുന്നത്. എൻ്റെ മോൻ മറ്റേ അവൻ്റെ റിലേറ്റീവ്സ് 2 പേരെ കൊന്നു, ഒരു പെൺസുഹൃത്തിനെ കൊന്നു, അനിയനെ കൊന്നു. എന്നിട്ട് ഇപ്പോൾ അവര് പറയുന്നത് അവൻ അതൊന്നും ചെയ്യാൻ കഴിയില്ല, അവരത് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്വന്തം മക്കളെ ഒരാൾ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ മക്കളെ ശാസിക്കാൻ വേറൊരാൾ നിൽക്കില്ല. ഇപ്പോഴത്തെ കാലം എത്ര പേര് അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എത്ര പേര് അവർക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്, എത്ര മാസങ്ങളോ ദിവസങ്ങളോ അല്ലെങ്കിൽ കൊല്ലങ്ങളോ ആയിട്ടുണ്ടാവും ചില ആളുകൾ അവരുടെ മക്കളെ മുഖാമുഖം നോക്കിയിട്ട്. എനിക്ക് പറയാൻ പറ്റുമോ, ധൈര്യത്തോടെ പറയാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന പലരും അവരുടെ മക്കളെ നേരിട്ട് മുഖാമുഖം സ്നേഹത്തോടെ കണ്ട് കയ്യിൽ പിടിച്ച് ആശ്ലേഷിച്ച് ഉമ്മ വെച്ച് അവരോട് സ്നേഹം പങ്കിടുന്ന ദിനേനുള്ള സ്വഭാവം ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കില്ല. പിന്നെ എങ്ങനെ അവരുടെ പോക്കറ്റിലുള്ള മയക്കുമരുന്നിനെ കുറിച്ചോ അവരുടെ മൊബൈലിലുള്ള സംവാദത്തെ കുറിച്ചോ ഇൻഫർമേഷനെ കുറിച്ചോ നിങ്ങൾക്ക് പിടികിട്ടും? ഒരു രക്ഷയില്ല. ഇത് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ എത്തിച്ചേർന്ന ഒരു ദൂഷിത വരവല്ല. നമ്മൾ തന്നെ സൃഷ്ടിച്ച ഓരോ സമ്പ്രദായങ്ങളുടെ പരിണിത ഫലമായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന അനിവാര്യമായ ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മളുള്ളത്. ഇത്തരം ജനകീയ കൂട്ടായ്മകൾ ഒന്നിച്ച് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീടുകളിൽ നിന്നാണ് ആദ്യം ആരംഭിക്കുന്നത്. പലപ്പോഴും നമുക്കൊക്കെ നമ്മുടെ മക്കളെ അമിതമായ വിശ്വാസമാണ്. മക്കളൊക്കെ വിശ്വാസം വേണം, വിശ്വാസം വേണ്ട എന്നല്ല പറയുന്നത്. ആരും അറിഞ്ഞുകൊണ്ടോ ഒരു പക്ഷേ ഇതിൽ ചെന്നെത്തണമെന്നില്ലെങ്കിലും കൂട്ടുകെട്ടിൻ്റെ മോശം മുഴുവൻ മറ്റുമൊക്കെ അറിയാതെ പല ആളുകളും ചെല്ലുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം എറണാകുളത്ത് നിന്ന് വന്നൊരു വാർത്ത, പള്ളിയിലേക്ക് വന്നൊരു പ്രാവശ്യം ആ വിഷയം സൂചിപ്പിച്ചിരുന്നു. എറണാകുളത്ത് ഒരു 2 മണിയാവുന്ന സമയത്ത് പിതാവിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ വരികയാണ്. നിങ്ങളുടെ മകൻ ഇന്ന സ്ഥലത്ത് ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. പിതാവ് അങ്ങോട്ട് പറയുന്നത്, എൻ്റെ മകൻ എൻ്റെ വീടിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്, അവനാവുകയില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് തിരിച്ചു പറയുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ അവൻ്റെ പേഴ്സിൽ നിന്ന് അവൻ്റെ ഐഡൻറ്റി കാർഡ് എടുത്തുകൊണ്ടാണ് വിളിക്കുന്നത്, നിങ്ങൾ മുകളിൽ പോയി നോക്കുമെന്ന് പറയുമ്പോൾ മുകളിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ മകൻ ഉറങ്ങുന്നില്ല. നല്ല വിധത്തിലുണ്ട്, ഭൂരിപക്ഷം പേർക്കുണ്ടാവും, എനിക്ക് തന്നെ ഉണ്ട്. അതിനെ ആ നിലയ്ക്ക് തന്നെ കാണുന്നു. പക്ഷെ നമ്മൾ ഈ ആശങ്കയുടെ മുന്നിൽ പകച്ചുള്ളൊരു കാര്യമില്ല. നമുക്ക് നേരിടേണ്ടി വേണം. അതിന് വേണ്ട നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയണം. ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടും കേസ് കൊടുക്കാൻ വളരെ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു അക്കാലത്ത്. അന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ ലഭ്യമാണെങ്കിൽ കൂടി ചെറുപ്പക്കാരിലേക്ക് അതങ്ങനെ അധികം കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സ്ഥിതി പ്രായക്കുറവ് കൊണ്ട് കേസുകൾ എടുത്ത് കൈകാര്യം ചെയ്യാൻ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ മക്കളൊക്കെ തന്നെ ഇതിലേക്ക് അറിയാതെ എത്തിപ്പെടുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ മക്കളുടെ, അനിയന്മാരുടെ, കുടുംബാംഗങ്ങളുടെ സുഹൃത്ത് വലയം എന്താണ് എന്ന്. കുറെ പ്രായമായ ആളുകളെ നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രയാസം നേരിടുന്ന ഒരു സമയമാണ്. എങ്കിൽ നമ്മൾ വരും തലമുറയെ, നമ്മുടെ കൊച്ചുമക്കളെ, നമ്മുടെ സഹോദരങ്ങളെ ഇതിലകപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഇപ്പൊ നമ്മൾ സംജാതമായിരിക്കുന്നത്. അതിപ്പോ നമ്മൾ അതിൻ്റെതായ ശക്തമായ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലും അസ്വസ്ഥതകൾ വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒറ്റപ്പാലത്ത് സ്കൂളിൽ പോയ ക്ലാസ്സിലാണ്.
വായിക്കുന്ന സമയത്തൊക്കെ അവരെ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. എത്ര വലിയ കുട്ടിയാണെങ്കിലും ശരി, അവർ കോളേജിൽ പഠിക്കണം വെച്ചാൽ അവർ നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. ഒരു ഇതും വിചാരിക്കണ്ട, അവരെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ആവശ്യം. എന്റെ മകൻ 2 കൊല്ലം മുന്നേ 10ാം ക്ലാസ്സിലായിരുന്നു. ഇപ്പൊ +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ SSLC എക്സാം സമയത്ത്, അതായത് അവൻ 8-9